നമുക്കിപ്പം വി കെ സനോജ് ചേരുന്നുണ്ട്. വി കെ സനോജ്, വിധിയെ എങ്ങനെ കാണുന്നു? വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് വർഷങ്ങളായി ആ പ്രദേശങ്ങളിൽ RSS വലിയ രൂപത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി. അപ്പൊ ആരാധനാലയത്തിൽ പരസ്യമായി ശാഖ നടത്തുക, ആയുധ പരിശീലനം നടത്തുക എന്ന സമീപനം RSS ആ കണ്ണപുരം ചുണ്ടയിൽ ഭാഗത്ത് സ്വീകരിച്ചപ്പോഴാണ് അവിടെയുള്ള ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുണ്ടായത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഭക്തജനങ്ങൾ ഉൾപ്പെടെ തങ്ങൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ആയുധ പരിശീലനം നടത്താൻ പാടില്ല എന്ന നിലപാടെടുത്തപ്പോൾ അതിന്റെ കൂടെയാണ് റിജിത്ത് ഉൾപ്പെടെയുള്ള നിലകൊണ്ടത്. അപ്പൊ അതിനുള്ള വിദ്വേഷം, അതിനുള്ള വിരോധം തീർക്കാൻ വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് സഖാവ് റിജിത്തിനെ ഇല്ലാതാക്കിയത്. ഇപ്പൊ 19 വർഷം കഴിഞ്ഞിരിക്കുന്നു, നീതി ലഭിച്ചിരിക്കുന്നു. വൈകിയെത്തിയ നീതി കൂടിയല്ലേ വി കെ സനോജ്? തീർച്ചയായിട്ടും നേരത്തെ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചതുപോലെ നീതി വൈകുന്നതിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പൊ സമീപകാലത്ത് ഇത്തരം കേസുകളെല്ലാം വേഗം തന്നെ കോടതി പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറെ കേസുകൾ ഇങ്ങനെ നീണ്ടുപോയ അനുഭവം ഉണ്ടായിരുന്നു. അതിന് പശ്ചാത്തല സൗകര്യത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗവൺമെന്റ് അക്കാര്യത്തിനകത്ത് മുൻകൈ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയത്തിന് ഏറ്റവും കടുത്ത തിരിച്ചടിയായിട്ട് ഈ വിധിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റിജിത്ത് നേരത്തെ ഒരു കേസിലും പ്രതിയായിരുന്നില്ല. റിജിത്ത് നാട്ടിലങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇങ്ങനെ ഒരു ഭാഗമായി നിൽക്കുന്ന ആളെയായിരുന്നില്ല. വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയായിട്ടുള്ള, നാടിനാകെ പ്രതീക്ഷയായിട്ടുള്ള ചെറുപ്പക്കാരനെയാണ് RSS ഇല്ലാതാക്കിയത്. അപ്പൊ RSSന്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റവും കടുത്ത തിരിച്ചടിയായിട്ട് വേണം ഇതിനെ കാണാം. താങ്ക് യു വി കെ സനോജ്. വി കെ സനോജാണ് പ്രതികരിച്ചത്.